അതിന്റെ അതിപരിശുദ്ധമായ നാം ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന് വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്ക് വേണ്ടി ഒരു ദൈവജന ഭാഗം വായിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 15-16 വാക്യങ്ങൾ. വിളക്ക് കത്തിച്ച് പറയിങ്കീഴല്ല തണ്ടിന്മേലത്ര വെക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്നായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനമാണ്. നിരന്തരം നാം കേട്ടുകൊണ്ടിരിക്കുന്ന സന്ദേശമാണ്. ഹല്ലേലൂയ. കേൾക്കും തോറും ആത്മീയ അഭിവൃദ്ധി പ്രാപിക്കുവാൻ കഴിയുന്ന വചനമാണ്. വചനം ഏറ്റെടുക്കുന്നവർക്കാണ് ഈ വചനത്തിന്റെ പ്രാധാന്യത, ആ വചനത്തിനകത്തെ അത്ഭുത ശക്തി, വചനത്തിലെ വെളിച്ചം അവരുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ചിലർ വചനം കേട്ടിട്ട് അവരെ വചനത്തെ തിരസ്കരിക്കും. ആ വചനം അവർക്ക് താല്പര്യമില്ല, അവർക്ക് ഇഷ്ടമല്ലാത്ത വചനമാണെങ്കിൽ അവർ മാറിപ്പോകും. ഹല്ലേലൂയ, സ്തോത്രം. വേദോത്സവം പഠിപ്പിക്കുമ്പോൾ കാണുന്നത് 4 തരത്തിലുള്ള ആൾക്കാരെ കാണാം. അല്ലേ? 4 തരത്തിലുള്ള വിത. 1 ആമല്യ വഴികരികെ വിതച്ചത്, 2 പാറമേൽ വിതച്ചത്, 3 മുള്ളിൻ്റെ വിതച്ചത്, 4 നല്ല നിലത്ത് വിതച്ചത്. അപ്പൊ ഇങ്ങനെ വ്യത്യസ്ത ഞാൻ ആ ഭാഗത്തേക്ക് പോയി പറഞ്ഞു എന്ന് മാത്രം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം വായിച്ചത് കാണാം. ആ ഭാഗമല്ല എന്റെ ചിന്ത, ഞാനത് വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അതിനോടനുബന്ധമായുള്ള ജനത്തെക്കുറിച്ച് പറഞ്ഞതാണ്. നല്ല നിലത്ത് വീണ വിത്ത് പോലെ ദൈവവചന ഹൃദയത്തിൽ വീണാൽ അത് 30, 60, 100 മേനി വിളയും. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഇന്ന് നല്ലൊരു ശതമാനം ജനങ്ങൾക്കും എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ കഴിയാത്തതിന്റെ കാരണം, പ്രൈസലോ, കർത്താവിന് വേണ്ടി ശോഭിക്കാൻ കഴിയാത്തതിന്റെ കാരണം, അവർ വിളക്ക് കത്തിച്ചു മൂടി വെക്കുക. വിളക്ക് കത്തിച്ചു, പക്ഷെ അവർ മൂടി വെക്കുകയാണ്. പ്രൈസലോ. പക്ഷെ വിളക്ക് തണ്ടിന്മേൽ അവർ വെക്കുന്നില്ല, എപ്പോഴും അവർ മൂടി വെക്കുന്നു. ഒരു മനുഷ്യന്റെ രക്ഷയിലൂടെ അവന്റെ ഉള്ളിൽ യേശുക്രിസ്തുവാകുന്ന പ്രകാശം തെളിഞ്ഞു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, അത് ആ വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശം കൊടുക്കുവാൻ കഴിയണം. ഒരിക്കലും പറയട്ടെ, പാപിയായ മനുഷ്യന്റെ ഉള്ളിൽ യേശുക്രിസ്തുവാകുന്ന വെളിച്ചം വന്നു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ഉള്ളിൽ കത്തുന്ന ദീപം ക്രിസ്തു, ഹല്ലേലൂയ, തെളിഞ്ഞു നിൽക്കുന്ന യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം ആ വീട്ടിലുള്ള എല്ലാവർക്കും അത് പ്രകാശം കൊടുക്കണം. അങ്ങനെ എല്ലാവരുടെ ഹൃദയത്തിൽ, അവരുടെ ജീവിതത്തിൽ ഈ വിളക്ക് കത്തിയെങ്കിൽ മാത്രമേ അന്ധകാരത്തിൽ നിന്ന് ജനത്തെ ആശ്ചര്യമേറിയ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. കാരണം ഈ ലോകത്തുള്ള സകല ജനങ്ങളും അന്ധകാരത്തിന് കീഴിലാണ്. സകല ജനങ്ങളും അന്ധകാരത്തിലാണ്. പണമല്ല ഇവിടെ പ്രാധാന്യം, പഠിത്തമല്ല പ്രാധാന്യം, അല്ലെങ്കിൽ ഉയർന്ന പദവിയല്ല, സ്ഥാനമാനങ്ങളൊന്നുമല്ല. അല്ലെങ്കിൽ സകല മനുഷ്യരും അന്ധകാരത്തിലാണെന്നുള്ളതാണ്. എന്തന്ധകാരമാണ്? പാപത്താൽ നിറയപ്പെട്ട അന്ധകാരത്തിൽ സകല ജനങ്ങളും വലഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, എന്ന് പറഞ്ഞാൽ വലയിൽ അകപ്പെട്ട മീൻ ജീവൻ നഷ്ടപ്പെടുന്ന ഓർത്ത് പിടയുന്നത് പോലെ സകല മനുഷ്യരും പാപമാകുന്ന ആ ചൂളയിൽ വീണിട്ട് ആമേൻ ജീവന് വേണ്ടി പിടഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെയാണ് ദൈവവചനം പറയുന്നത്, നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തുവാകുന്ന ദീപം കത്തിക്കഴിഞ്ഞാൽ അന്ധകാരത്തിൽ കിടക്കുന്ന ജനത്തെ ആശ്ചര്യമേറി പ്രകാശത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയും. ഹല്ലേലൂയ. അണഞ്ഞുപോയ വിളക്കുപയോഗിച്ച് ഒരിക്കലും ദീപങ്ങൾ കത്തിക്കാൻ കഴിയത്തില്ല. അണഞ്ഞുപോയ വിളക്കുപയോഗിച്ച് ഒരിക്കലും ദീപങ്ങൾ കത്തിക്കാൻ കഴിയത്തില്ല. അല്ലെങ്കിൽ അതിന് വെളിച്ചം തരുവാനും കഴിയത്തില്ല. സ്തോത്രം. അനേക കർത്താവായ യേശുക്രിസ്തുവിനെ അറിഞ്ഞു, അനുഗമിച്ചു, രക്ഷ പ്രാപിച്ചു, നന്മ പ്രാപിച്ചു, ഒക്കെ പ്രാപിച്ചു കഴിഞ്ഞ് പലരും യേശുക്രിസ്തുവിൽ നിന്ന് വിട്ട് അകന്നു പോയി, ദൂരത്തായി പോയി. എന്ന് പറഞ്ഞാൽ അണഞ്ഞ ദീപങ്ങളായി മാറി. അവർക്കൊന്നും ഒരിക്കലും പ്രകാശിക്കാൻ കഴിയത്തില്ല, വേറെ ആർക്കും പ്രകാശം കൊടുക്കാനും കഴിയത്തില്ല, അവർക്കൊരു വിളക്കും കത്തിക്കാൻ കഴിയത്തില്ല. കാരണം അണഞ്ഞുപോയ വിളക്കാണ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ അണഞ്ഞുപോയ വിളക്കായി മാറാതെ ക്രിസ്തുവാകുന്ന വെളിച്ചം നിന്റെ ഉള്ളിൽ പ്രകാശിച്ച് അന്ധകാരത്ത് അനേകരെ പ്രകാശത്തിലേക്ക് നടത്തുന്ന വെളിച്ചമായിരിക്കണം നിങ്ങൾ രക്തം ചെയ്യും. ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. സ്തോത്രം. നിങ്ങളുടെ ഉള്ളിലെ പാപകരമായ ജീവിതത്തെ വിട്ട് നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്ഷ പ്രാപിക്കണം.
അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, 1 പത്രോസിലെ 2:9 വായിച്ചാൽ കാണാൻ കഴിയും. ഞാൻ ആ വാക്യം ഒന്ന് ഓർമ്മിപ്പിച്ചു. നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും, ഇപ്പൊ എവിടാണ് മനുഷ്യൻ? അന്ധകാരത്തിലാണ്. തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിതവർക്കുമെന്നാണ്. അപ്പൊ അന്ധകാരത്തിൽ വീണ് കിടന്ന, പാപത്തിൽ വീണ് കിടന്ന, ശാപത്തിൽ വീണ് കിടന്ന, ഈ ലോകത്തിന്റെ മാലിന്യങ്ങൾക്കകത്ത്, മോഹങ്ങൾക്കകത്ത് വഴുതി വീണ് കിടന്നിരുന്ന, കരകയറുവാൻ യാതൊരു മാർഗമില്ലാതെ, രക്ഷപ്രാപിക്കാൻ യാതൊരു മാർഗമില്ലാതെ, ശാപങ്ങളും പാപങ്ങളും രോഗങ്ങളും കുടുംബത്തെ വലച്ച് സമാധാനം കെട്ടുപോയ, സമാധാനമില്ലാതെ ജീവിച്ച സകല മനുഷ്യരെയും ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തു എന്ന സത്യ വെളിച്ചത്തിലൂടെ രക്ഷയിലേക്ക് കൊണ്ടുവന്നുള്ളതാണ്. ഹല്ലേലൂയ. അവൻ കർത്താവായ യേശു ക്രിസ്തു എന്ന സത്യ വെളിച്ചത്തിലൂടെ മാത്രമേ മനുഷ്യന് രക്ഷയിലേക്ക് വരാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. സ്വയം മനുഷ്യൻ രക്ഷ പ്രാപിക്കാൻ കഴിയില്ല. മനുഷ്യന്റെ യാതൊരുവിധ പുണ്യപ്രവൃത്തികൾ കൊണ്ടും, ദാനധർമ്മങ്ങൾ കൊണ്ടും, തീർത്ഥാടനങ്ങൾ കൊണ്ടും, മല കയറിയത് കൊണ്ടും, മല ഇറങ്ങിയത് കൊണ്ടും, ആമീൻ, തങ്ങളുടെ ശരീരത്തെ വളരെ ത്യാഗം ചെയ്ത് വേദനിപ്പിച്ച്, അല്ലെങ്കിൽ അവരുടെ ശരീരത്തെ ദണ്ഡിപ്പിച്ചാലും മനുഷ്യന് സ്വയം രക്ഷ നേടാൻ കഴിയത്തില്ല, സ്വയം പ്രകാശിക്കാൻ കഴിയത്തില്ല. മനുഷ്യന് രക്ഷ നേടുവാൻ, രക്ഷ പ്രാപിക്കുവാൻ, സ്വയം പ്രകാശിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ കഴിയുള്ളൂ. കാരണം ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യം വിളിച്ച യേശു ക്രിസ്തുവാണ്. ഏത് മനുഷ്യനും ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, ദൈവത്തിന്റെ ആത്മാവി പ്രഭാതത്തിൽ ശക്തമായി പറയുന്ന ദൂത്, താങ്കൾക്ക് രക്ഷ സൗജന്യമായി യേശു തരാൻ ആഗ്രഹിക്കുന്നു. താങ്കൾ അല്ലെങ്കിൽ ആമീൻ ലോകത്തിന്റെ വെളിച്ചമായി മാറാൻ യേശു ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആമീൻ തണ്ടിന്മേൽ വെച്ചിരിക്കുന്ന വിളക്ക് പോലെ പ്രകാശിക്കണം. നിങ്ങൾ മുഖാന്തരം നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കും, നിങ്ങളുടെ ദേശവാസികൾക്കും, നിങ്ങളുടെ അയൽവാസികൾക്കും, നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും, നിങ്ങൾ സഹകരിക്കുന്ന സമൂഹത്തിലെല്ലാം ആശ്ചര്യമേറിയ വെളിച്ചം പകർന്നു കൊടുത്ത് പാപത്തിന്റെ ആ അനുഭവത്തേക്ക് പോകുന്ന ജനത്തെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ, വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നിന്നെ ലോകത്തിന്റെ വെളിച്ചമാക്കി വെച്ചത്. രക്തം ചെയ്യും പ്രൈസലോ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്റെ കുടുംബത്തിനകത്ത് എത്ര നാളുകളായി കണ്ണുനീർ തോരാതെ കിടക്കുന്നു. എത്ര നാളുകളായി നീ ഒന്ന് ചിരിച്ചിട്ട്, എത്ര നാളുകളായി നീ ഒന്ന് സന്തോഷിച്ചിട്ട്. എന്നും വിതുമ്പുന്ന ഹൃദയമല്ലേ നിനക്ക്? എന്ന് സങ്കടപ്പെടുന്ന അനുഭവമല്ലേ? മക്കളെ കുറിച്ചോർത്ത്, ഭർത്താവിനെ കുറിച്ചോർത്ത്, ഭാര്യയെ കുറിച്ചോർത്ത്, അപ്പനമ്മമാരെ കുറിച്ചോർത്ത്, ജീവിതത്തെക്കുറിച്ച്, ജോലിയെക്കുറിച്ച് ഓർത്ത്, നിന്റെ സമ്പത്തുകളെ കുറിച്ച്, നിന്റെ നന്മകളെ കുറിച്ചോർത്ത്, നിന്റെ ബിസിനസ്സെ കുറിച്ചോർത്ത് നീ വിവിധ തലത്തിൽ മനം തകർന്നിരിക്കുന്നവളാണ്. അല്ലേലി നീ ഇരുട്ടിന്റെ അധീനതയിലൂടെ കടന്നു പോവുകയാണ്. അവിടെയാണ് കർത്താവ് പറയുന്നത്, ക്രിസ്തുവാകുന്ന ദീപം നിന്റെ ഉള്ളിൽ തെളിയിച്ച്, ക്രിസ്തുവാകുന്ന വെളിച്ചം നിന്റെ ഉള്ളിൽ വന്ന്, അല്ലേലിയ നീ മറഞ്ഞിരിക്കാതെ തന്റെ മേൽ കത്തി നിൽക്കണമെന്ന് പറയുന്നത്. സ്തോത്രം. അല്ലേലിയ. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ, അല്ലേലിയ, ആദ്യത്തെ കൂട്ടം എന്ന് പറയുന്ന ജനം, അല്ലേലിയ, പറയും കീഴ് വെച്ചിരിക്കുന്ന വിളക്ക് പോലെ. വിളക്ക് കത്തിച്ച് പറയും കീഴിൽ, അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, വിളക്ക് കത്തിച്ച് പറയും കീഴല്ല തണ്ടിന്മേൽ എത്ര വെക്കുന്നതെന്ന്. പ്രൈസലോ. അതിനെക്കുറിച്ച് നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, വിളക്കിന്റെ സവിശേഷത അത് സ്വയം പ്രകാശിക്കുകയും മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ചരിത്രഭാഗം കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. അല്ലേലൂയ. ഒരു ദൈവ പൈതൽ ലോകത്തിന്റെ വെളിച്ചം കൊടുക്കുന്നവനാണ്. എന്നാൽ മുകളിൽ സൂചിപ്പിച്ച വാക്യങ്ങളിൽ 4 സ്ഥലങ്ങളിൽ വെച്ചിരിക്കുന്ന വിളക്ക് പ്രകാശം കൊടുക്കുകയില്ലെന്ന് അല്ലേലൂയ ഇത് വ്യക്തമാക്കുക. അല്ലേലൂയ. ഒന്നാമത്തെ കാര്യം എന്താണ്? സ്തോത്രം. ആമീൻ. പറയും കീഴിൽ വെച്ചിരിക്കുന്ന വിളക്ക്. അല്ലേലൂയ. പറയും കീഴിൽ വെച്ചിരിക്കുന്ന വിളക്ക് എന്ന് പറയുമ്പോൾ, അല്ലേലൂയ, പറ ജീവിത വ്യാപാരത്തെ കാണിക്കുക. പറ ജീവിത വ്യാപാരത്തെ കാണിക്കുന്നു. അല്ലേലൂയ. സ്തോത്രം. അല്ലേലൂയ. അതിൽ തന്നെ മുഴുകുന്നവനായി കർത്താവിനായി പ്രകാശിക്കാൻ കഴിയില്ല. പറ ജീവിത ഭാരത്തെ കാണിക്കുന്നു. അതിൽ മുഴുകിയിരിക്കുന്നവന് കർത്താവിനെ പ്രകാശിക്കാൻ കഴിയില്ല. അല്ലേലൂയ. നമുക്കറിയാം, പല ജനങ്ങൾക്കും, പല ആളുകൾക്കും കർത്താവിനെ പ്രകാശിപ്പിക്കാൻ കഴിയില്ല. കാരണം അവർ ജീവിത ഭാരങ്ങളിൽ, ഈ ലോകത്തിന്റെ ചിന്താഗതികളിൽ അകപ്പെട്ട് ദൈവത്തിൽ നിന്ന് ഒത്തിരി അകന്നവരാണ്. അല്ലേലൂയ. അപ്പം ഒന്നാമത്തെ കൂട്ടം ജനങ്ങൾ നമ്മൾ വിളക്ക് കത്തിച്ച് പറയും കീഴിൽ വെക്കുന്നത്, പറയുടെ കീഴിൽ പ്രാണവായുവില്ല. ഈ പറയുടെ കീഴിൽ പ്രാണവായുവില്ല. രക്തം ചെയ്യും. അല്ലേലൂയ. ആകയാൽ വിളക്കിന് പ്രകാശിക്കുവാൻ കഴിയാതെ വിളക്ക് അണഞ്ഞു പോകുന്നു. അല്ലേലൂയ. നിങ്ങളൊരു വിളക്ക് കത്തിച്ച് പറയും കീഴിൽ വെച്ച് നോക്കി, ആ വിളക്ക് അപ്പോൾ തന്നെ അണഞ്ഞു പോകും. കാരണം ആ വിളക്കിന് പ്രകാശിക്കുവാനുള്ള പ്രാണവായു ഇല്ല. പറ എന്നത്
പുരാതന കാലത്ത് ഉപയോഗിച്ചിരുന്ന അളവുകോല. ലേവ്യ ഇന്നും പറയുന്നുണ്ട്, പഴയ നിയമകാലത്തുണ്ട്. അത് പുരാതന കാലത്ത് അളവിന് ഉപയോഗിച്ചിരുന്ന അളവുകോലാണ്. ചിലർ ജോലി എന്നും വ്യവസായം എന്നും പറഞ്ഞ് രാവും പകലും ഓടി നടക്കുക. ലേവ്യ കർത്താവിന് സമയം കൊടുക്കാതെ തങ്ങളുടെ ദീപത്തെ അണച്ചു കളയുന്നു. ലേവ്യ ചില ആളുകളെ നമ്മൾ കണ്ടിട്ട് പ്രാർത്ഥനയ്ക്ക് വിളിച്ചാൽ, ആരാധനയ്ക്ക് വിളിച്ചാൽ അവർക്ക് എന്നും ബിസിയാ, എന്നും തിരക്കാ. ഞായറാഴ്ചകളിൽ പോലും ജോലിയാണ്. അല്ലെങ്കിൽ അവർക്ക് കർത്താവിനെ പ്രസാദിപ്പിക്കുവാനോ ലോകത്തിന്റെ വെളിച്ചമായിരിക്കുവാനോ കഴിയില്ല. അവരുടെ ബിസിനസ്, അവരുടെ വ്യാപാരം, അവരുടെ തിരക്ക്, അവരുടെ ജോലിയൊക്കെ പറഞ്ഞ് അവർ ഓടിക്കൊണ്ടിരിക്കുക. അവരൊക്കെ കെട്ടുപോയ വിളക്കുകളാണ്, അണഞ്ഞുപോയ വിളക്കുകളാണ്, പറയിന്മേൽ വെച്ചിരിക്കുന്ന വിളക്കുകളാണ്. കത്തുവാൻ കഴിയാത്ത വിധത്തിൽ, പ്രാണവായു ഇല്ലാത്ത വിധത്തിൽ അണഞ്ഞുപോയ വിളക്കുകളാണ് അവര്. ലേലിയ അങ്ങനെയുള്ളവരാണ് ഞായറാഴ്ച സഭായോഗം മുടക്കുന്നത്. അല്ലെങ്കിൽ ക്രിസ്തു എന്ന ദീപമുള്ളവൻ, യേശു ക്രിസ്തുവാകുന്ന വെളിച്ചം ഉള്ളിലുള്ളവൻ ഞായറാഴ്ചയിൽ കൂട്ടായ്മയിൽ സഭായോഗത്തിൽ കൃത്യമായി പങ്കെടുത്തിരിക്കും. ലേലിയ ചിലരൊക്കെ ഒരുപാട് വാദപ്രതിവാദങ്ങൾ പറയും, ഒരുപാട് വാദമുഖങ്ങൾ അവർ പറയും. അതൊക്കെ വെറും പൊള്ളയാ. അങ്ങനെ പറയുവാൻ അല്ലെങ്കിൽ വാചകമടിക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. ലേലിയ ചിലരൊക്കെ ന്യായങ്ങളും ഉടന്തമോ അവൻ വാദങ്ങളും ഒക്കെ കൊണ്ടുവരും. അത് ഈ ലോകത്തിന്റെ സഹജമാണ്. കാരണം ക്രിസ്തു ഇല്ലാത്തവൻ എന്ത് പൊട്ടത്തരും വിളിച്ചു പറയും. ലേലിയ സത്യവെളിച്ചമാകുന്ന യേശു നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാന പങ്ക് യേശുവിന് കൊടുക്കും. ലേലി എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ഉള്ളിൽ യേശു ക്രിസ്തുവാകുന്ന ദീപം തെളിഞ്ഞിട്ടുണ്ടോ? അതോ നീയാകുന്ന വെളിച്ചത്തെ പറയിൽ വെച്ച് മൂടി വെച്ചിരിക്കുകയാണോ? അല്ലെങ്കിൽ ബിസി പറഞ്ഞ്, ജോലി പറഞ്ഞ്, ബിസിനസ് പറഞ്ഞ്, തിരക്ക് പറഞ്ഞ് നീ ദൈവത്തിന് കൊടുക്കേണ്ട സമയം കൊടുക്കാതെ തന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുകയാണോ? സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇത് പകൽ മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ടാൽ നിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ കഴിയും. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നിങ്ങൾ കർത്താവിന്റെ സമയം കൊടുക്കാതെ നിങ്ങളുടെ ദീപത്തെ അണച്ചു കളയരുത്. ഹല്ലേലൂയ. ഒരു ഞായറാഴ്ച കൂട്ടായ്മ മുടക്കി ജോലിക്ക് പോയി നിങ്ങൾ സന്തോഷിക്കുമ്പോൾ നിങ്ങൾ കെട്ടുപോയ വിളക്ക് പോരാ, കരിന്തിരി കത്തുന്ന വിളക്ക് പോരാ. നിങ്ങളുടെ സന്തോഷം അവൻ നഷ്ടപ്പെട്ടു പോയി. നിങ്ങൾ എന്തും മുടന്ത ന്യായം പറഞ്ഞാലും അതിനകത്ത് ഞാനൊരു പ്രാധാന്യമില്ല കേട്ടോ. രക്തം ചെയ്യും, വചനം അങ്ങനെ പഠിപ്പിക്കുന്നത്, രക്തം ചെയ്യും. അപ്പം അല്ലെ ഒരിക്കലും ഒരു ഡ്രൈവർ ഒരു ഡ്രൈവർ പണമോഹത്താൽ ഞായറാഴ്ച പോലും ജോലി ചെയ്ത് ഒരു ദിവസം രാത്രി മലഞ്ചെരുവിലൂടെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ആ ലോറി പെട്ടെന്ന് നിയന്ത്രണം വിട്ട് നഷ്ടപ്പെട്ടു. അത് താഴ്വരയിലേക്ക് അതിവേഗം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഡ്രൈവർക്ക് ഹല്ലേലൂയ ഈ തിരക്കാ, കിട്ടുന്നതൊന്നും തികയുന്നില്ല. പണത്തിന്റെ ആർത്തി, പണാഗ്രഹം ഉള്ളിൽ കയറി, ദിവ്യാഗ്രഹം കയറി ഞായറാഴ്ച സമായോഗത്തിന് പോലും പോകാതെ അദ്ദേഹം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അങ്ങനെ അദ്ദേഹം പെട്ടെന്ന് ഒരു ദിവസം അദ്ദേഹം ഓടിച്ചുകൊണ്ടിരുന്ന വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. താഴ്വരയിലേക്ക് അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുക. ഭയന്ന് വിറച്ചു. അദ്ദേഹം യേശുവേ എന്ന് നിലവിളിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അദ്ദേഹത്തിന് യേശു വേണ്ടി വന്നത്. ഇന്നും അങ്ങനെയൊക്കെയാ പലരും. ഹല്ലേലൂയ. അപകടങ്ങൾ വരുമ്പോൾ, അപകടത്തിന്റെ മുൾമുനയിൽ എത്തുമ്പോൾ, മരണം മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ, മരണത്തിന്റെ കിടയിൽ ചെന്ന് നിൽക്കുമ്പോഴാണ് പലരും യേശുവിനെ വിളിക്കുന്നത്. അപ്പോഴാണ് പലർക്കും യേശുവിനെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ ഡ്രൈവറും യേശുവെ എന്ന് നിലവിളിച്ചു. അപ്പോൾ കർത്താവിന്റെ ശുഭകരമായ അവന് അനുകൂലമായ കാര്യം അവരെ ഉണർത്തി എന്നുള്ളതാണ്. ആ ലോറിയെ ദൈവം തിരിച്ച് റോഡിലേക്ക് തന്നെ കൊണ്ടുവന്നു. നിയന്ത്രണം വിട്ടുപോയ ലോറി കർത്താവ് അവനിലൂടെ തന്നെ അതിനെ തിരിച്ച് റോഡിലേക്ക് കൊണ്ടുവന്നു. പാതാളത്തിലേക്ക് പോയ അവന്റെ ആത്മാവിനെ കർത്താവ് രക്ഷിച്ചുവല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞ നന്ദിയോടെ അന്ന് മുതൽ അദ്ദേഹം കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കാൻ തുടങ്ങി. ഈ മനുഷ്യന് മനസ്സിലായി, എന്റെ പ്രാണൻ പാതാളത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നതാ. അല്പസമയം കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ വണ്ടിയും ഞാനും കൂടെ മറിഞ്ഞ് ആ താഴ്വരയിലേക്ക് കുതിക്കുമായിരുന്നു. എന്റെ ജീവൻ പോലും മടക്കി കിട്ടത്തില്ല. എന്റെ ആത്മാവ് എന്നേക്കുമായിട്ട് നിത്യമായ പാതാളത്തിലേക്ക് പോകുമായിരുന്നു. പക്ഷെ ഞാൻ യേശുവിനെ വിളിച്ചത് കൊണ്ട്, ആ കർത്താവിന്റെ കരം എനിക്ക് അനുകൂലമായി മാറിയത് കൊണ്ട്, യേശുവിന്റെ കരം തക്ക സമയത്ത് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചതുകൊണ്ട് ആ ലോറിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുവാനും തിരിച്ച് റോഡിലേക്ക് കൊണ്ടുവരുവാനും കഴിഞ്ഞു. അത് എന്റെ ജീവനെ രക്ഷിച്ച യേശുവാന്ന് പറഞ്ഞ് അദ്ദേഹം ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാൻ തുടങ്ങി.
അല്ലെങ്കിൽ അതൊക്കെ കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കാൻ തീരുമാനിച്ചു. അത് സ്നേഹിത, നിനക്ക് ലഭിച്ച സമയം നഷ്ടപ്പെടുത്തി കളയരുത്. യേശുക്രിസ്തുവിനെ ആരാധിക്കേണ്ട, യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തേണ്ട, യേശുവിനെ സ്തുതിക്കേണ്ട സമയം നീ നഷ്ടപ്പെടുത്തി കളയാതെ പണമുണ്ടാക്കാൻ വേണ്ടിയിട്ട് നീ സമയത്തെ ഉപയോഗിക്കരുത്. 6 ദിവസം നീ വേല ചെയ്ത് 7-ാം ദിവസം എന്ത് തിരക്കായാലും എന്ത് ബിസി ആയിരുന്നാലും നീ ദൈവത്തെ സ്തുതിക്കണം. സഭായോഗത്തെ മുടക്കരുത്. ഹല്ലേലൂയ. സഭായോഗം മുടക്കി ജോലിക്കും ബിസിനസ്സിനും ഒക്കെ പോകുന്നവരുടെ പറയട്ടെ, അതിൻ്റെതായ പ്രത്യാഘാതങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. നഷ്ടങ്ങൾ കടന്നു വരും. അവിടെ നിന്നെ കൈപിടിച്ചുയർത്തുവാൻ ആരും കാണുകയില്ല. പക്ഷേ നീ യേശുക്രിസ്തുവിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഹല്ലേലൂയ, നിന്റെ ആത്മാവ് പാതാളത്തിലേക്ക് പോകാതെ നിന്നെ രക്ഷയിലേക്ക് മടക്കിക്കൊണ്ടുവന്ന് ക്രിസ്തുവാകുന്ന വെളിച്ചം നിന്റെ ഉള്ളിൽ പ്രകാശിപ്പിക്കുവാൻ യേശുവിന് കഴിയും. എന്നെ കേൾക്കുന്ന മാതാവേ, ഇന്ന് പകൽ ഈ ദൈവത്തിന് കേൾക്കുമ്പോൾ ശ്രോതാവേ, നിന്റെ ഹൃദയത്തിനകത്ത് തകർന്ന് മാനസികമായി നിരാശപ്പെട്ട സങ്കടത്തിന്റെ നടുവിലൂടെയാണോ നീ യാത്ര ചെയ്യുന്നത്? മുമ്പോട്ട് കുതിക്കുവാൻ കഴിയാതെ വന്ന സങ്കടമാണോ? കുടുംബത്തിനകത്ത് കണ്ണുനീരാണോ? വേദനയാണോ? ഹല്ലേലൂയ. ഇന്ന് പകൽ കർത്താവായ യേശുക്രിസ്തു പറയുന്നത്, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, ആമേൻ, നിന്നിൽ അണഞ്ഞു പോയ വെളിച്ചത്തെ നീ കത്തിക്കണം. ഹല്ലേലൂയ. ക്രിസ്തുവാകുന്ന വെളിച്ചം നിന്റെ ഉള്ളിൽ കെട്ടുപോയെങ്കിൽ ഇന്ന് പകൽ ക്രിസ്തുവാകുന്ന വെളിച്ചം നിന്റെ ഉള്ളിൽ കത്തിക്കുവാൻ നീ അവസരം കൊടുത്താൽ, നിന്റെ ഹൃദയത്തെ വിട്ടുകൊടുത്താൽ, ലോകത്തിന്റെ വെളിച്ചമായിരിക്കുന്ന യേശു നിന്റെ ഹൃദയത്തിൽ വരും. എന്ന് പറഞ്ഞാൽ ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമായിരിക്കും ക്രിസ്തു. ഹല്ലേലൂയ. നിന്റെ ഉള്ളിൽ പ്രകാശിച്ചു കഴിയുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ ഇരുളുകൾ മുഴുവൻ മാറിപ്പോകും. രക്തം ചെയ്യും. ഇന്ന് പകൽ ഈ ദൈവവചനം കേട്ടുകൊണ്ട് ശ്രോതാവി, നിങ്ങൾ എത്ര ഉന്നതനുമായിരിക്കട്ടെ, എത്ര ഉയർന്നവരുമായിരിക്കട്ടെ, നിങ്ങൾ എത്ര ധനാധീനമായിരിക്കട്ടെ, കോടാനുകൂടിയുടെ അധിപനായിരിക്കട്ടെ, സ്ഥാനമാനങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം, നിങ്ങൾ വളരെ തിരക്കേറിയ മനുഷ്യനായിരിക്കാം, എന്തുമായിരുന്നോട്ടെ, നിന്റെ ഉള്ളിൽ ക്രിസ്തുവില്ലെങ്കിൽ നിന്റെ ജീവിതം, നിന്റെ ആത്മാവ് പാതാളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ക്രിസ്തു നിന്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നിന്റെ ആത്മാവ് പാതാളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഒന്നാമത്തെ കൂട്ടർ എന്താ? വിളക്ക് കത്തിച്ച് പറയിൽ കീഴിൽ വെക്കുന്നവർ. ഹല്ലേലൂയ. ആമി സ്തോത്രം. രണ്ടാമത്തെ കൂട്ടർ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ആമി കട്ടിലിന്റെ കീഴിൽ വെക്കുന്നവരാ. ഹല്ലേലൂയ. കട്ടിലിന്റെ കീഴിൽ ആമി വെക്കുന്നവരാ. സ്തോത്രം. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് വേദപുസ്തകം വായിക്കുമ്പോൾ കാണുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 8-ന്റെ 16 വായിക്കുമ്പോൾ, വിളക്ക് കൊളുത്തിയിട്ട് ആരും അതിനെ പാത്രം കൊണ്ട് മൂടുകയോ കട്ടിൽ കീഴിൽ വെക്കുകയോ ചെയ്യാതെ. അപ്പം വിളക്ക് കത്തിച്ച് ആരും അതേ കട്ടിലിന് കീഴിൽ വെക്കരുതെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. സ്തോത്രം. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ വചനം വായിക്കും കാണുന്നത്, കട്ടിലിന് കീഴിൽ കട്ടില് അലസതയെ കാണിക്കുക. ലോകസുഖങ്ങളിൽ മുഴുകുന്നവർക്ക് തങ്ങളുടെ വെളിച്ചം പ്രയോജനപ്പെടുത്താൻ കഴിയില്ല. ചിലർക്കൊക്കെ കട്ടിൽ കണ്ടാൽ മതി, അപ്പോൾ തന്നെ ഉറക്കമാണ്. ഇതിന്റെ ചരിത്രപശ്ചാത്തലം വേദപണ്ഡിതക്കൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം കൂടെ ചേർത്ത് ഞാൻ നിങ്ങൾ പറയുമ്പോൾ, ഇന്നത്തെ കാലഘട്ടത്തിൽ കട്ടില് എന്ന് പറയുന്ന അലസതയാണ്. പലർക്കും കട്ടിൽ കണ്ടാൽ പിന്നെ ഭയങ്കര ഉറക്കമോ, പിന്നെ ക്ഷീണമാണ്. കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കാൻ കഴിയത്തില്ല. ഇന്നത്തെ തലമുറയിൽ നമ്മൾ ചിന്തിച്ചു നോക്കിയാട്ട് രാത്രിയിൽ എപ്പോഴും കിടന്നുറങ്ങും, 2 മണിക്കും 3 മണിക്കും കിടന്നുറങ്ങും. അല്ലെങ്കിൽ അധികാലത്ത് എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുന്നതിന്റെ സമയത്ത് ആമി പ്രഭാതത്തിൽ 8 മണി 9 മണി വരെ ചിലർ ജോലിക്ക് പോലും പോകാതെ കിടന്നുറക്കുക. കട്ടിൽ അലസത കാണിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിന് വചനം പറയുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, വിളക്ക് കത്തിച്ച് പാത്രം കൊണ്ട് മൂടുകയോ കട്ടിൽ കീഴിയോ വെക്കുകയോ ചെയ്യാതെ അകത്തു വരുന്നവൻ വെളിച്ചം കാണേണ്ടതിന് അത് തണ്ടിമേലത്ര വെക്കേണ്ടത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നിന്റെ അലസത നീ മാറ്റിയിട്ട് നീ ദൈവത്തിന്റെ വചനത്തിൽ നീ നിൽക്കണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. വീണ്ടും നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഹല്ലേലൂയ, ആമി സ്തോത്രം, മൂന്നാമത്തെ കൂട്ടം എന്ന് പറഞ്ഞാൽ പാത്രം കൊണ്ട് മൂടുക. പാത്രം കൊണ്ട് മൂടുക. അത് നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിച്ചു. ലൂക്കോസ് സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുകയുണ്ടായി. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഹല്ലേലൂയ, ആമി 16-ാമത്തെ, വിളക്ക് കൊളുത്തിയിട്ട് ആരും പാത്രം കൊണ്ട് മൂടുകയില്ല. വിളക്ക് കത്തിച്ചിട്ട് ആരും പാത്രം കൊണ്ട് മൂടത്തില്ല എന്ന് പറഞ്ഞാൽ, പാത്രം കൊണ്ട് മൂടുക. പാത്രം ഉപജീവന ചിന്തയെ കാണിക്കുന്നു. ഹല്ലേലൂയ. പാത്രം ഉപജീവന ചിന്തയെ കാണിക്കുന്നു. ആമേ സ്തോത്രം. ഹല്ലേലൂയ. പാത്രം കൊണ്ട് മൂടിയാൽ വിളക്ക് കെട്ടുപോകും, വെളിച്ചം പരത്താനാവില്ല. ഹല്ലേലൂയ. ഈ പാത്രം കൊണ്ട് മൂടിയാലും അതിനടി പ്രാണവായുവില്ല. അതുകൊണ്ട് ഈ വിളക്ക് അണഞ്ഞു പോകും. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ,
നീ ലോകത്തിന്റെ വെളിച്ചമായി ദൈവം നിന്നെ തെരഞ്ഞെടുത്ത് ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുമ്പോൾ നീ കർത്താവിന് വേണ്ടി പ്രകാശിക്കുന്നവനായിരിക്കണം. ഹല്ലേലൂയ. അപ്പൊ നിന്റെ ഉള്ളിൽ പകർന്നിരിക്കുന്ന വെളിച്ചത്തെ കെടുത്തിക്കളയാതെ നിന്റെ ഉള്ളിൽ പകർന്നിരിക്കുന്ന വെളിച്ചം കർത്താവിന് വേണ്ടി നീ പ്രയോജനപ്പെടുത്തണം. പണ്ട് നീ ഇരുളായിരുന്നു. ഹല്ലേലൂയ. മുമ്പ് നീ ഇരുളായിരുന്നു, പാപത്തിൽ ജീവിച്ചവനായിരുന്നു, പാപിയായി വസിച്ചവനായിരുന്നു, ദൈവമായി യാതൊരു കൂട്ടായ്മയില്ലാത്തവനായിരുന്നു, ദൈവമായി യാതൊരു സംസർഗമില്ലാത്തവനായിരുന്നു, ലോകമോഹങ്ങളിൽ വീണ് ഈ ലോകത്തിന്റെ പാപസുഖങ്ങളിൽ ജീവിച്ചവനായിരുന്നു. അന്ന് നിന്റെ ജീവിതം തകർന്നു കിടക്കാൻ തരിപ്പണമായി കിടക്കുകയായിരുന്നു. ഉയർച്ചയില്ലാതെ, ഒരു നന്മ കാണാൻ കഴിയാതെ, ഒന്ന് സന്തോഷിപ്പാൻ കഴിയാതെ, ഒന്ന് സമാധാനിക്കാൻ കഴിയാതെ കണ്ണുനീരിന്റെ നടുവിലൂടെ നീ കടന്നുപോയി എത്രയോ സന്ദർഭങ്ങളുണ്ട്. മരണം നിന്റെ മുമ്പിൽ വന്ന് നിന്റെ മരണം നിനക്ക് വിലപേശിയ സമയങ്ങളുണ്ട്. ശത്രു നിന്റെ ജീവിതത്തിൽ വിവിധ രോഗങ്ങൾ, ബന്ധനങ്ങൾ കൊണ്ടുവന്ന സമയമുണ്ട്. രോഗം കൊണ്ട് നിന്നെ തളർത്തി. ഹല്ലേലൂയ. മരണം നിനക്ക് നേരെ വിലപേശിയപ്പോൾ അവിടെ നിന്നെല്ലാം നിന്നെ വിടുവിച്ച് കൊണ്ടുവന്നത് യേശുവാ. അവിടെ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ കർത്താവിന് വേണ്ടിയാണ് കർത്താവിന്റെ വെളിച്ചം നിന്റെ ഉള്ളിൽ പകർന്നത്. ആ വെളിച്ചം നിന്നിൽ അണഞ്ഞു പോകാതെ, ഹല്ലേലൂയ, നിങ്ങൾ കർത്താവിന് വേണ്ടി കത്തി നിൽക്കണം. രക്തം ചെയ്യും. നിങ്ങൾ കർത്താവിന് വേണ്ടി കത്തി നിൽക്കണം, ശോഭിച്ചു നിൽക്കണം. നിങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. ഹല്ലേലൂയ. നിങ്ങൾ ഇരുളിന്റെ ആധിപത്യത്തിലേക്ക് പോകരുത്. ഇരുളിന്റെ ആത്മാവ് നിങ്ങളെ പിടികൂടരുത്. ഇരുൾ എന്ന് പറയുന്നത് പാപമാണ്. ഹല്ലേലൂയ. ഇരുൾ എന്ന് പറയുന്നത് സാത്താന്റെ അധീനതയില്ല. ഇരുളിന്റെ അധിപതി എന്ന് പറയുന്നത് സാത്താനാ. വെളിച്ചം വന്നു കഴിയുമ്പോൾ ഇരുളും മാറിപ്പോകും. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ക്രിസ്തു നിന്റെ ജീവിതത്തിൽ വന്നാൽ നിന്റെ ജീവിതത്തിലെ ഇരുള് മാറിപ്പോകും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവവചനം കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, ഇന്ന് വരെ നിന്റെ ജീവിതത്തിന്റെ ഇരുള് മാറാതെ നീ സങ്കടത്തിലും ദുഃഖത്തിലും കണ്ണുനീരിലൂടെയാണോ കടന്നു പോകുന്നത്? കുടുംബത്തിൽ സമാധാനവും സന്തോഷമില്ലാതെ നീ ജീവിത ഭാരങ്ങളുമായി കടന്നു പോകുന്ന വ്യക്തിയാണോ? ശാപം നിന്നെ തകർത്തുകൊണ്ടിരിക്കുകയാണോ? ബന്ധനങ്ങൾ നിന്നെ തകർത്തുകൊണ്ടിരിക്കുകയാണോ? ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ശക്തമായ ദൂത്, നിന്റെ ഹൃദയം യേശുവിന് വേണ്ടി വിട്ടുകൊടുക്കുക. നിന്റെ ഹൃദയം യേശുവിന് വേണ്ടി കൊടുക്കണം. യേശുവിന് മാത്രമേ നിന്നെ രക്ഷയിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. യേശുവിന് മാത്രമേ നിന്നെ ആത്മാവിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. ഇപ്പോൾ നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സകല പ്രതിസന്ധികളും മാറി നീ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് യേശു മറുപടി തരാൻ ആഗ്രഹിക്കുക. കാലങ്ങളായിട്ട് നീ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളില്ലേ? കാലങ്ങളായി നീ ദൈവത്തോട് ചോദിക്കുന്ന വിഷയങ്ങളില്ലേ? അതിനുവേണ്ടി ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുക. ഇനിയെങ്കിലും നിന്റെ ഹൃദയത്തിനകത്ത് ഇരുളുകൾ മാറ്റി വെച്ചിട്ട്, ഹല്ലേലൂയ, ലോകത്തിന്റെ വെളിച്ചമായത് ക്രിസ്തുവിന് വേണ്ടി മാത്രം നിന്റെ ഹൃദയം വിട്ടുകൊടുത്ത്, ഹല്ലേലൂയ, നീ യേശുവിനെ വേണ്ടി സമർപ്പിച്ചാൽ നിന്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കും. രക്തം ചെയ്യും. ഹല്ലേലൂയ. ദൈവത്തെ മാമോനെ കൂടെ സേവിക്കരുത്. അല്ലെങ്കിൽ ഇരുതോടി കാര്യം വെക്കരുത്. അല്ലെങ്കിൽ ദൈവത്തെ മാമോനെ കൂടെ സേവിച്ചാൽ അത് അപകടമാണ്. ഇരുതോടി കാര്യം വെച്ചാലും അപകടമാണ്. അതുകൊണ്ട് ഏത് സത്യ ദൈവമായിരിക്കുന്ന, ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന, സത്യവെളിച്ചമായിരിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ ഇരുളിനെ മാറ്റുന്നവൻ, മനുഷ്യനെ രക്ഷ നൽകുന്നവൻ, പാപത്തിന് വെടിവെച്ച് മനുഷ്യനെ സമാധാനം നൽകുന്നവനായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ മാത്രം നീ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും കർത്താവിൽ മാത്രം നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് യേശു ക്രിസ്തുവിനെ വിളിച്ച നിലയിൽ പ്രകാശിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് വിളക്ക് കത്തിച്ച് പറയും കീഴിലോ കട്ടിൽ കീഴിലോ പാത്രം കൊണ്ട് മൂടുകയോ ചെയ്യാതെ നിന്നിൽ പ്രകാശിച്ചിരിക്കുന്ന ക്രിസ്തുവാകുന്ന വെളിച്ചം നീ അനേകർക്ക് വെളിച്ചം കൊടുക്കുന്നവളായി മാറണം. ഹല്ലേലൂയ. എല്ലാറ്റിനേക്കാൾ ഉപരി നിന്റെ കുടുംബത്തിന് ഇരുള് മാറിപ്പോകണമെന്ന് അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം പറയുന്ന സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ വിളക്ക് കത്തിച്ച് പാത്രം കൊണ്ട് മൂടുന്നത് പറയുമ്പോൾ ലൂക്കോസ് 8:16 നമ്മൾ വായിച്ചു. കുടുംബജോലിയെ കുറിക്കുക. കുടുംബജോലി ചില സഹോദരിമാർക്ക് കുടുംബജോലി മാത്രമാണ്. ഹല്ലേലൂയ. കുടുംബജോലി മാത്രം. സഹോദരിമാർ രാവിലെ മുതൽ രാത്രി വരെ പാചകമുറി തനിയായിരിക്കും. പുതിയ പുതിയ പാത്രങ്ങൾ വാങ്ങി ഒന്നിനു മുകളിൽ ഒന്നായി വെക്കും. ഹല്ലേലൂയ. ചില വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ സഹോദരിമാർക്ക് അടുക്കളയിൽ നിറങ്ങാൻ സമയമില്ല. എന്നും കുറെ പാത്രങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കും. അത് തൂത്ത് തുടച്ച് മിനുക്കി, ഹല്ലേലൂയ, എപ്പോഴും പൊക്കി പൊക്കി വെക്കുക. പിന്നീട് കുറച്ച് തുണികൾ വാങ്ങിക്കൊണ്ടുവരും. അതെന്നും വൃത്തിയാക്കി അടുക്കി വെക്കുക. അങ്ങനെയാണ് ചിലരുടെ ജീവിതം. ഈ സഹോദരന്മാരെന്നൊക്കെ പറഞ്ഞാൽ, ഹല്ലേലൂയ, അവർക്ക് രാവിലെ ഒരു പത്രം കിട്ടിയാൽ മതി. 2 കട്ടൻ ചായയും കിട്ടിക്കഴിഞ്ഞാൽ അവർ ആ കസേരയിൽ ഇരുന്നുകൊണ്ട് ആ പത്രത്തിന്റെ ചരമകോളം വരെ വായിച്ചു തീർക്കും. ഹല്ലേലൂയ. അങ്ങനെ അലസത പിടിച്ച ജീവിതം. ഹല്ലേലൂയ. അങ്ങനെ അലസത പിടിച്ച ജീവിതം. ഹല്ലേലൂയ.
ആമീൻ. അങ്ങനെയുള്ള സഹോദരിമാരെ ഓർക്കുക, അമ്മായിമ്മയ്ക്കൊരു വാചകം, ഭർത്താവിനൊരു വാചകം, കുട്ടികൾക്കൊരു വാചകം എന്നിങ്ങനെ ചെയ്തുകൊണ്ട് ചില വീട്ടില് അമ്മായിയമ്മയ്ക്കൊരു ആഹാരം, ഭർത്താവിനൊരു ആഹാരം, മക്കൾക്കൊരു ആഹാരം, അങ്ങനെ ജീവിതത്തിൽ കഷ്ടം സഹിക്കുന്ന സഹോദരിമാർ അല്ലേ. ചിലത് വീട്ടിൽ എല്ലാവർക്കും കൂടെ ഒരു ആഹാരം ഉണ്ടാക്കിയ പോലെ പല വീട്ടിലും പലർക്കും പല ആഹാരമാണ്. അങ്ങനെ ജീവിതത്തിൽ കുടുംബജോലി കൊണ്ട് ഭാരമേറ്റെടുത്ത് പാത്രം കൊണ്ട് മൂടിയ വിളക്ക് പോലെ ചില സഹോദരിമാർ കുടുംബത്തിനകത്ത് കഷ്ടം സഹിക്കുകയാണ് അല്ലേ. ആമീൻ. പുറത്തു വരുവാൻ കഴിയാതെ, അവരിൽ കത്തി ക്രിസ്തുവാകുന്ന വെളിച്ചം പ്രകാശിക്കാതെ അവർ അണഞ്ഞ വിളക്കുകളായി മാറുന്നു. ഹല്ലേലൂയ. അവർക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല, അവർക്ക് ദൈവത്തെ സ്തുതിക്കാൻ സമയമില്ല, ദൈവവചനം വായിക്കാൻ സമയമില്ല, കൂട്ടായ്മയ്ക്ക് പോകാൻ സമയമില്ല, ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകാൻ സമയമില്ല. എപ്പോഴും തിരക്കോട് തിരക്ക് തന്നെ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ആമീൻ, നീ പാത്രം കൊണ്ട് മൂടി വെച്ച വിളക്ക് പോലെയാകാതെ, എന്നെ കേൾക്കുന്ന സഹോദരി, പാത്രം കൊണ്ട് മൂടി വെച്ച വിളക്ക് പോലെയാകാതെ നീ കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കണം. അല്ലേ, നിങ്ങൾ കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കണം. നിങ്ങളുടെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം നിങ്ങൾ കർത്താവിന് വേണ്ടി ചെലവഴിക്കണം. നിങ്ങളായിട്ട് നിങ്ങളെ നശിപ്പിച്ചു കളയരുത്, നിങ്ങളായിട്ട് നിങ്ങളെ തകർത്ത് കളയരുത്. നിനക്ക് തന്നിരിക്കുന്ന ആത്മരക്ഷയുണ്ടല്ലോ, അതിന്റെ വില നീ മനസ്സിലാക്കണം. ഹല്ലേലൂയ. പാപത്തിൽ വീണ് കിടന്ന്, ശാപത്തിൽ വീണ് കിടന്ന്, ദൈവമായി യാതൊരു ബന്ധവുമില്ലാതെ ലോകത്തിന്റെ മലിനതയിൽ വീണ് കിടന്ന് സമാധാനം അന്വേഷിച്ച് ഉലകം മുഴുവൻ ചുറ്റി നടന്ന നിന്നെ തേടി വന്നൊരു കരമുണ്ട്. അല്ലെങ്കിൽ നിന്നെ അന്വേഷിച്ചു വന്നൊരു കരമുണ്ട്. നിന്നെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചൊരു കരമുണ്ട്. നിന്നെ മാറോട് ചേർത്ത് പിടിച്ചൊരു കരമുണ്ട്. നിന്റെ പാപങ്ങളെ വെടിപ്പാക്കി, നിന്റെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് നിന്നെ സ്വർഗത്തിന്റെ ദൈവത്തിന്റെ മകനാക്കി മാറ്റിയ ഒരു കരമുണ്ട്. ഹല്ലേലൂയ. അത് യേശുവിന്റെ കരമാകട്ടോ. ഹല്ലേലൂയ. ആ യേശു ക്രിസ്തുവിന്റെ കരത്തിന്റെ കീഴിൽ നിന്നെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. മനുഷ്യൻ സമാധാനമില്ലാത്തവനാണ്, മനുഷ്യൻ സ്വസ്ഥതയില്ലാത്തവനാണ്, മനുഷ്യ ജീവിതം എന്നും പ്രശ്നങ്ങൾ കൊണ്ട് നിറയപ്പെട്ടതാ. ഹല്ലേലൂയ. കണ്ണുനീര് കൊണ്ട് നിറയപ്പെട്ടതാ. സ്തോത്രം. ജീവിതത്തിൽ ആനന്ദിക്കണമെന്ന് പലർക്കുമുണ്ട്, ജീവിതത്തിൽ സന്തോഷിക്കണമെന്ന് പലർക്കുമുണ്ട്, ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തണമെന്ന് പലർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ എന്നും ദുഃഖമാണ്, എന്നും ദുഃഖം. അങ്ങനെ കഷ്ടതയുടെ കടന്നു പോകുന്ന സഹോദര സഹോദരി, ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, അല്ലേലും നിന്നെ തിരക്ക് വിട്ടിട്ട്, നിന്റെ ബിസിനസ് ജോലി ഭാരം, നീ വിവിധ ഉപാധികൾ പറഞ്ഞ് നീ നിന്നെ തന്നെ തകർത്ത് കളയാതെ ലോകത്തിന്റെ വെളിച്ചമായിരിക്കുന്ന കർത്താവിലേക്ക് നീ മടങ്ങി വന്നാൽ, അല്ലേലി നിന്നെ ഒന്ന് പൂർണ്ണമായി സമർപ്പിച്ചാൽ, ഇന്ന് വരെ അനുഭവിച്ചില്ലാത്ത സമാധാനം, രക്തജയം യേശു നിനക്ക് തരും. അല്ലേലി. അപ്പൊ നിങ്ങൾ വിളക്ക് കത്തിച്ച് പറയുകയില്ല, തണ്ടിമേൽ എത്ര വെക്കേണ്ടത്. അല്ലേലി. നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തു എന്ന പ്രകാശത്താൽ നിങ്ങൾ തെളിയപ്പെട്ട് കഴിയുമ്പോൾ, നിങ്ങളുടെ ഉള്ളിൽ വെളിച്ചം വന്നു കഴിയുമ്പോൾ, പിന്നെ നിങ്ങൾ പറയുകയില്ലോ, പാത്രം കൊണ്ടോ കട്ടിലിന് കീഴ വെച്ച് നിങ്ങൾ ആ വെളിച്ചത്തെ അണച്ചു കളയാതെ, നിങ്ങളുടെ ഉള്ളിൽ വെളിച്ചം കെട്ടുപോകാതെ നിങ്ങളുടെ ഉള്ളിൽ വെളിച്ചം നിറഞ്ഞു നിൽക്കണം. ദാവീദ് പറയും, നീ എന്റെ ദീപത്തെ കത്തിക്കുമെന്ന. അത് ദൈവം നമ്മുടെ ഉള്ളിൽ ഒരു ദീപം കത്തിച്ചാൽ, യേശു നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തുവാകുന്ന ദീപം തെളിയിച്ചു കഴിഞ്ഞാൽ, നീ പിന്നെ പാപത്തിലേക്ക് പോകരുത്, പിന്നെ ശാപത്തിലേക്ക് പോകരുത്, ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് നീ പോകരുത്. ക്രിസ്തുവിൽ നീ ഉറച്ച് വിശ്വസിക്കണം, ക്രിസ്തുവിൽ നീ ഉറച്ച് യാത്ര ചെയ്യണം. ഈ ലോകത്തിന്റെ സുഖങ്ങളെ മാറ്റിവെക്കണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് പകരം കേൾക്കുന്ന മാതാപിതാവേ, നിന്റെ ജീവിതത്തിനകത്ത് സന്തോഷത്തിന്റെ സുദിനങ്ങൾ തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. അല്ലേലി. നീ പലപ്പോഴും പലതിനെ കുറിച്ചും വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുകയാണ്. പലപ്പോഴും നീ സങ്കടത്തിലൂടെയാണ് കടന്നു പോകുന്നത്, കണ്ണുനീരാണ് നിന്റെ ജീവിതത്തിൽ. അല്ലേലി. മറ്റുള്ളവർ നിന്നെ നോക്കി പരിഹസിക്കുന്നു, കളിയാക്കുന്നു, നിന്ദിക്കുന്നു. പല ചോദ്യചിഹ്നങ്ങൾ നിനക്കെതിരെ കടന്നു വീഴുന്നു. അല്ലേലിയ. പല ചോദ്യങ്ങൾക്കും മറുപടിക്ക് പറയാൻ കഴിയാതെ പലപ്പോഴും തല കുമ്പിട്ട് പോകുന്ന അനുഭവം നിന്റെ ജീവിതത്തിൽ വന്നിട്ടില്ലേ? ഇന്ന് പകൽ പരിശുദ്ധമാവ് പറയുന്ന ശക്തമായ ദൂത്, നീ എവിടെയെല്ലാം തല താഴ്ത്തിയോ, എവിടെയെല്ലാം നീ തല കുമ്പിട്ട് കൊടുക്കേണ്ടി വന്നോ, അവിടെ നിന്റെ തല ഉയർത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അല്ലേ, നീ എവിടെ പരാജയപ്പെട്ടോ ആ പരാജയത്തിൽ ദൈവത്തിനെ കൈപിടിച്ചുയർത്തുവാൻ ആഗ്രഹിക്കുക. നീ എവിടെ കണതീര് തൂക്കിയിട്ടുണ്ടോ ആ കണതീർ തൂക്കിയ സ്ഥാനത്ത് ദൈവത്തിനെ ഉയർത്താൻ ആഗ്രഹിക്കുക. ലോകം നിന്റെ പരാജയം കാണാൻ ആഗ്രഹിച്ചപ്പോൾ നിന്റെ ബന്ധുക്കളും സ്വന്തക്കാരും ചർച്ചക്കാരും കൂട്ടവരും നിന്റെ സ്നേഹിതരും മിത്രങ്ങളും എല്ലാം നിന്റെ പരാജയം കണ്ട് സന്തോഷിപ്പാൻ ആഗ്രഹിക്കുമ്പോൾ, ഇന്ന് പകൽ പരിശുദ്ധന്മാർ പറയുന്നത്, അവരുടെ മുമ്പിൽ ദൈവം നിന്നെ മാനിച്ചുയർത്തുവാൻ ആഗ്രഹിക്കുക. എന്റെ ഏരിയ
നീ പരാജയപ്പെട്ടവരുടെ നടുവിൽ ദൈവം നിന്നെ മാനിച്ചുയർത്താൻ ആഗ്രഹിക്കുക. രക്തം ചെയ്യും വിശ്വസിക്കുന്നവർ ആ കരങ്ങളൊക്കെ തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ട്, അതരങ്ങൾ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട്. സ്തുതിക്കുന്നതോറും നിന്റെ ഉള്ളിൽ ദൈവമഹത്വം വർദ്ധിച്ചുകൊണ്ടിരിക്കും. സ്തുതിക്കുന്നതോറും നിന്റെ വേദനകൾ അഴിഞ്ഞുകൊണ്ടിരിക്കും. സ്തുതിക്കുന്നതോറും ആത്മാവ് നിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. സ്തുതിക്കുന്നതോറും നിന്റെ ഉള്ളിൽ പ്രകാശം തെളിഞ്ഞുകൊണ്ടിരിക്കും. സ്തുതിക്കുന്നതോറും നിന്റെ മേൽ വ്യാപരിക്കുന്ന അന്ധകാര ശക്തികൾ ആമേൻ നിന്നിൽ നിന്ന് പുറത്തു പോയിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. അതേ, നീ കർത്താവിന് വേണ്ടി തന്റെ മേൽ വെച്ച വിളക്ക് പോലെ ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഏത് സമയത്തും ഏത് രാത്രിയിലും ഏത് സാഹചര്യത്തിൽ നോക്കിയാലും നീ കർത്താവിന് വേണ്ടി തണ്ടിന്മേൽ വെച്ച വിളക്ക് പോലെ ആമേൻ കത്തി നിൽക്കണം. വീട്ടിലുള്ളവർക്കും മറ്റുള്ളവർക്കും പ്രകാശം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് യേശുക്രിസ്തുവാകുന്ന പ്രകാശം നിന്നിൽ തെളിയിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം അങ്ങനെയാണ് കാണുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, അപ്പൊ വീണ്ടും നാം ദൈവത്തിന്റെ വചനം വായിക്കുക കാണുന്നുണ്ട്. ആമേൻ മറ്റൊരു ഭാഗത്ത് പറഞ്ഞ വിളക്ക് കത്തി നിലവറയിൽ വെക്കുക. തണ്ടിന്മേൽ ഇരുന്ന് പ്രകാശം ആമേൻ കൊടുക്കേണ്ട വിളക്ക് നിലവറയിൽ മറഞ്ഞിരിപ്പാൻ പാടില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു രഹസ്യ ശിഷ്യനായി ആമേൻ അറിയപ്പെടുവാനല്ല കർത്താവ് നിന്നെ വിളിച്ചിരിക്കുന്നതെന്ന് ലൂക്കോസ് സുവിശേഷം 11 ആമേൻ 33 നമുക്ക് വായിക്കാൻ കഴിയും. ഹല്ലേലൂയ. പലരും വിളക്ക് നിലവറയും കീഴിലാണ് വെക്കുന്നേ. എന്നെ കേൾക്കുന്ന മാതാവ് പിതാവ്, യേശു നിനക്ക് രക്ഷ തന്നത്, യേശു നിനക്ക് മാനസാന്തരം തന്നത്, യേശു നിനക്ക് സമാധാനം തന്നത്, യേശുക്ക് സ്വാഗത സന്തോഷം നിന്റെ ഉള്ളിൽ പകർന്നത്, പാപത്തിൽ നിന്നെ വിടിവിച്ചത്, ശാപത്തിനെ വിടിവിച്ചത്, പാരമ്യത്തിനെ വിടിവിച്ചിട്ട് ഇന്നും നീ നിലവറയും കീഴിൽ ഒളിഞ്ഞിരിക്കുവാനല്ല, നീ രഹസ്യ ശിഷ്യനായിരിക്കുവാനല്ല, നീ പരസ്യമായി ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. നീ പരസ്യമായിട്ട് ദൈവത്തെ ആരാധിക്കും. ചിലർ പറയണം, അയ്യോ അവരറിഞ്ഞാൽ എന്ത് ചെയ്യും, വീട്ടുകാരറിഞ്ഞാൽ എന്ത് ചെയ്യും, ഭർത്താവിന്റെ ആൾക്കാരറിഞ്ഞാൽ, ഭാര്യയുടെ വീട്ടുകാരറിഞ്ഞാൽ, അച്ഛൻ അറിഞ്ഞാൽ, അമ്മ അറിഞ്ഞാൽ, സഹോദരങ്ങൾ അറിഞ്ഞാൽ, ഞങ്ങളുടെ പള്ളിക്കാരറിഞ്ഞാൽ, ഹല്ലേലൂയ, ഞങ്ങളുടെ സമുദായം അറിഞ്ഞാൽ എന്ത് ചെയ്യും, ഞങ്ങളെ പുറത്താക്കും, ഞങ്ങൾക്ക് സ്ഥാനമേക്ക് അവിടെങ്കിലും ചെല്ലാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് രഹസ്യമായിട്ടിരിക്കുന്ന ശിഷ്യനായിരിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നീ തണ്ടിന്മേൽ വെച്ച് വിളക്കായിട്ടിരിക്കണം. അല്ലേ? പലർക്കും പുറത്തു വരാൻ പട്ടിയ. ചിലർ ആരാധനയ്ക്ക് വിളിക്കുമ്പോൾ അവർ പറയും, അയ്യോ പാസ്റ്റർ ഞങ്ങൾ വന്ന ഞങ്ങളെ അവരെ കാണത്തില്ലേ, ഞാൻ ചുറ്റുമുള്ള വീടുകളൊക്കെ ഞങ്ങളുടെ സ്വന്തക്കാരാ, ബന്ധക്കാരാ, അവർ ഞങ്ങളുടെ അപ്പന്റെ ആൾക്കാരെ, അമ്മയുടെ ആൾക്കാരെ, ഭാര്യയുടെ ആൾക്കാരെ എന്നൊക്കെ പറഞ്ഞ് പലരും മറഞ്ഞിരിക്കുന്ന ശിഷ്യന്മാരാ. ഇന്ന് പലരെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന എവിടെയെല്ലാം ജീവിച്ചാലും, ആരെവിടെയെല്ലാം നിന്റെ സ്വന്തമെന്നോ ബന്ധമെന്നോ പറഞ്ഞുണ്ടായിരുന്നാലും നീ നിലവറയും കീഴില് ആമെ ഒളിച്ചിരിക്കാതെ, അല്ലെങ്കിൽ രഹസ്യ ശിഷ്യനായിരിക്കാതെ നീ മടങ്ങി വന്ന് യേശു ക്രിസ്തുവിനെ ആരാധിക്കണം. രക്തം ചെയ്യും. ആമേൻ. നമുക്കറിയാം, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ തെരഞ്ഞെടുക്കപ്പെട്ട അനവധി ദൈവമക്കൾ ഹല്ലേലൂയ കട്ടിൽ കീഴെ മറഞ്ഞ് കട്ടിൽമേൽ അലസനായി മാറാതെ, പാത്രം കൊണ്ട് മൂടാതെ, പറയും കീഴിൽ മൂടിപ്പോകാതെ, ഹല്ലേലൂയ, നിലവറയും കീഴിലായി പോകാതെ അവർ കർത്താവിന് വേണ്ടി ഉണർന്ന് പ്രകാശിച്ചു. ഹല്ലേലൂയ. ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വന്നാലും, പ്രതിസന്ധികൾ വന്നാലും, പ്രശ്നങ്ങൾ കടന്നു വന്നാലും അതൊന്നും സാരമില്ലെന്ന് പറഞ്ഞ് കർത്താവിന് വേണ്ടി എരിഞ്ഞു നിന്ന ശക്തരായ ദൈവദാസിദാസന്മാരെ ലോകത്തിന്റെ മുമ്പിൽ നമുക്ക് ഇസ്ലാമിൽ പഠിക്കുവാൻ കഴിയും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ മറഞ്ഞിരിക്കാൻ പാടില്ല. അല്ലെങ്കിൽ നീ മറഞ്ഞിരിക്കുവാനല്ല ദൈവം നിന്നെ വിളിച്ചത്. നീ കർത്താവിന് വേണ്ടി പ്രകാശിക്കാൻ വേണ്ടിയിട്ട് രക്തം ചെയ്യും. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നീ കർത്താവിന് വേണ്ടി നിൽക്കണം. രക്തം ചെയ്യും. വീണ്ടും ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. സുഖകരമായ ജീവിതം, സുഖകരമായ നിത്യത, സുഖകരമായ ജീവിതം, സുഖകരമായ നിത്യത, സുഖകരമായ യാത്ര, ഈ ലോകത്തിന്റെ സുഖങ്ങൾ, ഉന്നതന്മാരുമായിട്ടുള്ള കൂട്ടുകെട്ട്, ആമേൻ, സ്ഥാനമാനങ്ങൾ, അധികാരങ്ങൾ, ഹല്ലേലൂയ, ഇതിനൊക്കെ വേണ്ടി ഓടി നടക്കുന്നതോട് ഞാൻ പറയട്ടെ, നിനക്ക് നിത്യതയെ ചെല്ലുവാൻ കഴിയുമോ? ലോകത്തിന്റെ സുഖങ്ങൾക്ക് വേണ്ടി ഓടി നടന്നിട്ട് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യമായ രാജ്യത്തിൽ സ്വർഗീയ പർദീസിൽ ചെല്ലാൻ കഴിയുമോ? ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽ നിങ്ങൾ തന്നെ ചിന്തിക്കണം. സ്വർഗീയ പർദീസിൽ എത്തണമെങ്കിൽ തന്റെ മേൽ വെച്ച് വിളക്ക് പോലെ നീ പ്രകാശിക്കണം. ഹല്ലേലൂയ. ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ, നിങ്ങളുടെ മരണാനന്തരം ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ, അല്ല കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവിനോടുകൂടി കർത്താവിനോടുകൂടി എടുക്കപ്പെടണമെങ്കിൽ, നിങ്ങൾ തന്റെ മേൽ വെച്ച് വിളക്ക് പോലെ നിങ്ങൾ കർത്താവിന് വേണ്ടി ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും ആരുടെ മുമ്പിലും ആരുടെ അടുക്കലും നിങ്ങൾ എല്ലാവരും ഭയപ്പെട്ടു പോകാതെ നിങ്ങൾ പ്രകാശിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ ധൈര്യത്തോടെ പറയണം, ഞാൻ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാണെന്ന്.
ധൈര്യത്തോടെ പറയണം. നിങ്ങൾ പറയണം, യേശു ക്രിസ്തു എനിക്ക് തന്ന രക്ഷയാണ് എന്റെ ജീവിതത്തിന് സമാധാനം. യേശു എനിക്ക് തന്ന രക്ഷയാണ് എന്റെ ജീവിതത്തിന് ഏറ്റവും വലിയ ഭാഗ്യം. ഞാൻ ലോകത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത്, ലോകത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ ആശ്വസിച്ചത്, ലോകത്തിൽ കൂടുതൽ വെച്ച് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് യേശു ക്രിസ്തുവിനെയാണ്. യേശു ക്രിസ്തുവിനെ അറിഞ്ഞത് എനിക്ക് അഭിമാനമാണെന്ന് ധൈര്യത്തോടെ നീ വിളിച്ചു പറയണം. ഹല്ലേലൂയ, സ്തോത്രം. ധൈര്യത്തോടെ വിളിച്ചു പറയണം, ചങ്കൂറ്റത്തോടെ വിളിച്ചു പറയണം. അതെ, യേശു എനിക്ക് അഭിമാനമാണെന്ന് വിളിച്ചു പറയണം. അന്തസ്സോടെ തല ഉയർത്തി വിളിച്ചു പറയണം. അല്ലാതെ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ തല താഴ്ത്തുവാൻ ലജ്ജിച്ചു അവരറിഞ്ഞാൽ ഇവരറിഞ്ഞാൽ എന്തു പറയുന്നൊക്കെ ഓർത്ത് നീ യേശുവിനെ ഒതുക്കി വെക്കാതെ നീ തണ്ടിമേൽ വെച്ച് വിളക്കൂരെ കർത്താവിന് വേണ്ടി കത്തി നിൽക്കണം. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുവാൻ കാണുന്നുണ്ട്. നമുക്കറിയാം, അബ്രഹാം ലിങ്കനെ കുറിച്ച് നമുക്കറിയാം. അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന അബ്രഹാം ലിങ്കൻ അതിരാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, അബ്രഹാം ലിങ്കനെ കുറിച്ച് ഒരുപാട് പഠിക്കണം. അബ്രഹാം ലിങ്കനെ കുറിച്ച് എല്ലാവരും പഠിക്കുന്നു, എല്ലാവരും പ്രസംഗിക്കുന്നു. ആ മനുഷ്യൻ എന്താ ചെയ്യുന്നത്? അതിരാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ദൈവസനി മുട്ടുമുടക്കി പ്രാർത്ഥിക്കുമായിരുന്നു. ഹല്ലേലൂയ. ആകയാൽ അദ്ദേഹം എഴുന്നേറ്റ് പ്രകാശിച്ചു. ഹല്ലേലൂയ. അദ്ദേഹം പ്രാർത്ഥിക്കുന്നതോറും അദ്ദേഹത്തിനുള്ളിലെ ക്രിസ്തുവാകുന്ന വെളിച്ചം അതിൽ പ്രകാശിച്ചു കൊണ്ടിരുന്നു. അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുഴക്കാൽ മുടക്കി. അദ്ദേഹം ദൈവത്തോട് ചോദിച്ചുകൊണ്ട് ദൈവത്തോട് ആലോചന ചോദിച്ചു. ദൈവം അദ്ദേഹത്തിന് ആലോചന കൊടുത്തു, ദൈവം അദ്ദേഹത്തിന് മറുപടി കൊടുത്തു. അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം അദ്ദേഹത്തിന് ഉണർന്ന് പ്രവർത്തിക്കുവാൻ, ഉണർന്ന് പ്രകാശിക്കുവാൻ വീഴുന്ന വെളിച്ചം ആ അമേരിക്കൻ പ്രസിഡന്റ് ഉള്ളിൽ പകർന്നു കൊടുത്തത് ക്രിസ്തുവിന്റെ വെളിച്ചമാണ്. അദ്ദേഹം പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. അത്രയൊന്നും തിരക്ക് നിങ്ങൾക്കില്ല. അമേരിക്കൻ പ്രസിഡന്റിനെ പോലുള്ള തിരക്കൊന്നും നിങ്ങൾക്കില്ലല്ലോ. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന അബ്രഹാം ലിങ്കന് രാവിലെ 7 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ സമയം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നിങ്ങൾക്ക് എന്തുകൊണ്ട് സമയം കിട്ടുന്നില്ല? നിങ്ങൾക്ക് സമയം കിട്ടുന്നില്ല എന്ന് പറയാൻ നിങ്ങളുടെ ഉദാസീനതയല്ലേ, അലസതയല്ലേ? ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായി മാറണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, നിങ്ങളുടെ വിളക്കുകൾ കത്തണം. നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളുടെ ഉള്ളിലെ പ്രകാശം, ഹല്ലേലൂയ, അത് കത്തണം. ഹല്ലേലൂയ. ലോകത്തിന് നീ ഒരു വെളിച്ചമായിരിക്കണം. നിന്റെ കുടുംബത്തിന് നീ ഒരു വെളിച്ചമായിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് സദൃശവാക്യങ്ങളൊക്കെ വായിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. സദൃശവാക്യം 6-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. മടിയാൻ എത്ര നേരം കിടന്നുറങ്ങും, എപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമെന്ന്. അല്ലെങ്കിൽ കുറെ കൂടെ ഉറക്കം, കുറെ കൂടെ നിദ്ര, കുറെ കൂടെ കൈകെട്ടി കിടക്കാം. അങ്ങനെ നിന്റെ ദാരിദ്ര്യം വഴിപോക്കനെ പോലും നിന്റെ ബുദ്ധിമുട്ട് ആയുധപാണിയെ പോലും വരുമെന്ന. ഹല്ലേലൂയ. ഈ സദൃശവാക്യം ഹല്ലേലൂയ 6-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ 6-ാം വാക്യം തൊട്ട് വായിക്കണം. ഹല്ലേലൂയ 6 തൊട്ട് 9 വാക്യം വായിച്ചാണ് അതിന്റെ പൂർണ്ണത എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഉറുമ്പുകളുടെ സാമൂഹ്യ സംഘടനകളെ എത്ര കൃത്യമായിട്ടാണ് വിവരിക്കുന്നതെന്ന് നോക്കുക. വലിയ ഉൾക്കാഴ്ചയും നിരീക്ഷണ പാഠവും അവ വെളിപ്പെടുത്തുന്നു. ഉത്സാഹത്തിൽ അല്ലെങ്കിൽ മടുപ്പില്ലാതെ ജീവിതം, ഉന്നത ജീവിതമാണ് അവൻ വിജയം നോക്കുന്നത്. അതുകൊണ്ട് അവൻ വിജയം വരിക്കുന്നു. ഉറുമ്പ് തരുന്ന ആ ഒരു വലിയ പാഠം നിങ്ങൾ ഏറ്റെടുക്കണം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: മടിയ ഉറുമ്പിന്റെ അടുക്കൽ ചെല്ലുക, അതിന്റെ വഴികളെ നോക്കി ബുദ്ധി പഠിക്കുക. അതിന്റെ നായകനും മേൽവിചാരകനും അധിപതിയും ഇല്ലാതിരുന്നിട്ടും വേനൽക്കാലത്ത് തന്റെ ആഹാരം ഒരുക്കുന്നു, കൊയ്ത്തുകാലത്ത് തന്റെ തീൻ ശേഖരിക്കുന്നു. ആമേ, മടിയ നീ എത്ര നേരം കിടന്നുറങ്ങും? ഹല്ലേലൂയ. എപ്പോൾ നീ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും, കുറെ കൂടെ ഉറക്കം, കുറെ കൂടെ നിദ്ര, കുറെ കൂടെ കൈകെട്ടിക്കിടക്കുക. അങ്ങനെ നിന്റെ ദാരിദ്ര്യം വഴിപോക്കിനെ പോലെയും നിന്റെ ബുദ്ധിമുട്ട് ആയുധപാണിയെ പോലും വരും എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ഉറുമ്പിനെയൊക്കെ നോക്കി നിങ്ങൾ പഠിക്കണം. നമുക്കൊരു നല്ല ഗുണപാഠമൊക്കെ കിട്ടുമ്പോൾ നമ്മൾ അതിനെയൊക്കെ നോക്കി പഠിച്ച് നമ്മുടെ ജീവിതത്തെ തിരുത്തണം. അവിടെ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന നീ നവിലെ വിളക്ക് കത്തിച്ച് പറയുകയില്ല, തണ്ടിമേൽ വെക്കുന്നതായിരിക്കണം. അല്ലെങ്കിൽ തണ്ടിമേലായിരിക്കണം. വായിച്ച വചനത്തിനൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്: 1-ാമത്തെ പറയും കീഴിൽ വെച്ചിരിക്കുക, പറ ജീവിത വ്യാപാരത്തെ കാണിക്കുക. 2 കട്ടിൽ കീഴിൽ വെച്ചിരിക്കുക, അലസതയെ കാണിക്കുന്നു. 3 പാത്രം കൊണ്ട് മൂടുക, പാത്രം ഉപജീവനത്തെ കാണിക്കുന്നു. 4 അമ്മ നിലവറയിൽ വെക്കുക. ആമെ രഹസ്യമായി അല്ലെങ്കിൽ രഹസ്യ ശിഷ്യനായിരിക്കുക. തണ്ടിമേൽ വിളക്ക് കത്താതെ രഹസ്യ ജീവിതം. ഹല്ലേലൂയ. അതൊക്കെ വിട്ടിട്ട് നീ ദൈവസന്നിധിയിൽ പ്രകാശിക്കണമെന്നാണ് മത്തായിയുടെ സുവിശേഷം 5:15-16 വാക്യങ്ങൾ വായിച്ചത്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: വിളക്ക് കത്തിച്ച് പറയുകയില്ല, തണ്ടിമേലത്രയും വെക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തുന്നതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ.
അത് നിനക്കൊരു തീരുമാനം എടുക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ഒരു തീരുമാനം എടുക്കാൻ കഴിയുമോ? ഇന്നുതൊട്ട് കർത്താവിന് വേണ്ടി ഉണർന്ന് പ്രകാശിക്കുന്നു. ആമേൻ. തൻ്റെ ലഭിച്ച വിളക്ക് പോലെ ഞാൻ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടും. ഞാൻ രഹസ്യ ശിഷ്യനായിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അലസതയും മടിയും ഉപജീവന ചിന്ത മുഖാന്തരം എൻ്റെ ജീവിതത്തെ തകർത്തു കളയാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ക്രിസ്തുവാകുന്ന വെളിച്ചത്തെ ഞാൻ അണച്ചു കളയാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ജീവിതം മുഴുവൻ ക്രിസ്തുവിന് വേണ്ടി ഉണർന്ന് ശോഭിക്കുവാൻ, ക്രിസ്തു വേണ്ടി പ്രകാശിക്കുവാൻ എന്നെ പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് മഹേന്ദ്ര പ്രഹാനികൻ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു. ജോലി തിരക്കുണ്ടായിട്ടും അദ്ദേഹം പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തിയതുപോലെ കർത്താവേ, ഞാൻ എൻ്റെ ജീവിതത്തെ ഞങ്ങളുടെ മുമ്പിൽ ഏൽപ്പിക്കുന്നു. എൻ്റെ തെറ്റുകുറ്റങ്ങളെ ക്ഷമിക്കണമേ, എനിക്ക് മാപ്പ് നൽകണമെന്ന് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട് ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് എന്നോടൊപ്പം പറയാം, യേശുവേ അങ്ങനെ ഹൃദയത്തിലേക്ക് വരണമേ. എൻ്റെ പാപത്തിൻ്റെ, എൻ്റെ ശാപത്തിൻ്റെ, എൻ്റെ ഇരുളിനെ മാറ്റി എൻ്റെ ജീവിതത്തിൽ വെളിച്ചം തന്ന് അങ്ങേക്ക് വേണ്ടി താൻപിന്മേൽ വെച്ച വിളക്ക് പോലെ കത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അനേകർക്ക് വെളിച്ചം കൊടുക്കുക, വീട്ടിലുള്ളവർക്ക് പ്രകാശം കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന കർത്താവേ, അതിനെ എന്നെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട് പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകലരെയും കർത്താവിന്റെ കരങ്ങളിൽ നിങ്ങളുടെ വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ല, ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്നവരെ, രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസികൾ, ട്രൈബൽ മേഖലയിലെ ജനത്തെ, അധികാര വർഗങ്ങളെ ഒക്കെ ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കരസേന, വ്യോമസേന, നാവികസേന, അതിർത്തികൾ കാക്കുന്ന ക്രമസമാധാന പാലയം, നിയമ നിർമ്മാണ രംഗത്ത് നിൽക്കുന്നവരെ, രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ, കർത്താവേ സ്തോത്രം. വലിയ ചെറുതും വലുതുമായ എല്ലാ വ്യാപാരികളെയും വ്യവസായികളെയും, വഴിയോര കച്ചവടക്കാരെ, കമ്പനികൾ, ഫാക്ടറികൾ, ഖനികളിൽ ജോലി ചെയ്യുന്നവർ, സമുദ്രത്തിൽ ജോലി ചെയ്യുന്നവർ, അല്ലേലിയ സ്തോത്രം. സ്തോത്രം. കരയിലും കടലും ആകാശമാർക്കും വാഹനം ഓടിക്കുന്നവരെ, വാഹന നിർമ്മിതാക്കൾ, മെക്കാനിക്, മോട്ടോർ രംഗത്ത് നിൽക്കുന്നവർ, സമുദ്രത്തിലെ ആഴങ്ങളിൽ കർത്താവേ, നദികളിലെ, പുഴകളിലെ, ആറുകളിലെ, കായലിന്റെ അടിയിലൊക്കെ കർത്താവേ ജോലി ചെയ്യുന്നവർ, ഹല്ലേലൂയ, അവരെയൊക്കെ ഞങ്ങൾ കൺസ്ട്രക്ഷൻ മേഖലയായിരിക്കുന്നവരെയൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ട്രേഡ് രംഗത്തായിരിക്കും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ക്ഷീരമേഖലയിൽ, കാർഷിക മേഖലയിൽ ഓർത്തുള്ളവരെ ഓർക്കുകയാണ് കർത്താവേ. സഹകരണ മേഖലയിൽ, പൊതുമേഖലയിൽ, ബാങ്ക്യമേഖലയിൽ, വിദ്യാഭ്യാസം, ആരോഗ്യ മേഖല, എല്ലാ മേഖലയിലായിരിക്കും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ, പഠിക്കുന്നവർ, കർത്താവേ വിദേശത്ത് കടന്നു പോയിരിക്കെല്ലാം ഞങ്ങൾ ഓർക്കുകയാണ്. മത, സാമൂഹിക, സാംസ്കാരിക സംഘടന രംഗത്തും ചരിത്രവാദ്യ, വീഡിയോ സയന്റിസ്റ്റുകൾ, എഞ്ചിനീയർമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ മത നേതാക്കന്മാരും, എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. പാപത്തിലും ശാപത്തിലും മദ്യത്തിലും മയക്കുവരും പാമ്പ് വീട് കിടക്കുന്നവർ, മദ്യപാനികൾ, വെറുക്കുത്തുകാർ, തോന്നൽ, വ്യഭിചാരികൾ, പരസംഗർക്കാർ, വിഗ്രഹരാധികൾ, തീവ്രവാദികൾ, ഭീകരവാദികൾ, വർഗീയവാദികൾ, മാനസാന്തരപ്പെടുവാൻ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ശൈശവത്തിലും ബാല്യത്തിലും കൗമാരി യൗവനത്തിലും വാർദ്ധക്യത്തിലും വൃദ്ധരസന യാചകർ, ഓർഫനേജിൽ, ഹോട്ടലിൽ തടവറയിലായിരിക്കുന്നവർ രക്ഷയ്ക്കും വിടലുമായി പ്രാർത്ഥിക്കുകയാണ്. ഒരു മനുഷ്യൻ പോലും നഷ്ടപ്പെട്ടു പോകാതെ തന്റെ മേൽ വെച്ച് വിളക്ക് പോലെ ജനം പ്രകാശിക്കണനായി യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകട്ടെ, കുടുംബങ്ങളിൽ വെളിച്ചം പകരട്ടെ, അന്ധകാരം മാറിപ്പോകട്ടെ, ഊരിട്ട് മാറിപ്പോകട്ടെ. ക്രിസ്തുവാകുന്ന വിളിച്ച സകല കുടുംബങ്ങളും വീട്ടുകളും പ്രകാശിക്കുവാൻ ജനത്തെ ഒരുക്കണമേ പ്രാർത്ഥിക്കും. വിദേശ രാജ്യങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്ന, സങ്കടം അനുഭവിക്കുന്നവർ, അതിലേക്ക് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ വേണ്ട ദൈവിക വിടുതലയക്കണമേ, സമാധാനം കൊണ്ട് നിറയ്ക്കണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവിനോട് ലോകം അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, യുദ്ധങ്ങൾ, ശ്രുതികൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, മഹാവ്യാധികൾ ഞങ്ങളുടെ ദേശത്തെ അലട്ടുമ്പോൾ, ജനത്തിന്റെ ജീവിതം താറുമാറായി കൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തെ സമർപ്പിക്കുകയാണ്. ഈ ജനം മാനസാന്തരത്തിൽ മടങ്ങി വന്ന് സുവിശേഷത്തിൽ ക്രിസ്തുവാകുന്ന വെളിച്ചുള്ളി പ്രകാശിച്ച് തന്റെ മേൽ വെച്ച് വിളക്കുപോലെ ജന കർത്താവിന് വേണ്ടി ശോഭിക്കാനായി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.